ജമ്മുകശ്മീരിലെ സാംബ ജില്ലയിൽ പാകിസ്ഥാന്റെ ഡ്രോൺ കണ്ടയിടത്ത് വ്യാപകമായ പരിശോധന നടക്കുകയാണ്. ഇന്നലെ വൈകിട്ടാണ് പാകിസ്ഥാനിലെ ചക്പുര പോസ്റ്റിന് സമീപത്ത് നിന്ന് ഡ്രോൺ വന്നത്. ഗാഗ്വാർ മേഖലയിൽ റീഗൽ ഗ്രാമത്തിന് മുകളിൽ കുറച്ചു സമയം പറന്നതിന് ശേഷം ഡ്രോൺ മടങ്ങിപ്പോയി എന്നാണ് തദ്ദേശവാസികളും സേനാവൃത്തങ്ങളും ഒക്കെ വ്യക്തമാക്കുന്നതെന്നാണ് ബി ബാലഗോപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ബാലു, ഈ ഡ്രോൺ അത് ഈ സമീപകാലത്ത് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധുവിന്റെ ഘട്ടത്തിലൊക്കെ ഡ്രോൺ പറത്തിവിടൽ, ഡ്രോൺ ഉപയോഗിച്ചുള്ള സ്ഫോടനം നടത്താനുള്ള ശ്രമങ്ങൾ, അതിനെയൊക്കെ നമ്മൾ തടഞ്ഞു തകർത്തതാണ്. മാത്രമല്ല, ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി പുറത്തു വന്നത് ഒരു ഡ്രോൺ ആക്രമണമാണ് വിവിധ നഗരങ്ങളിലേക്ക് ഈ ഭീകർ ഉദ്ദേശിച്ചത് എന്താണ്. അപ്പോൾ ഈ ഡ്രോൺ വന്നത് അത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ നിരീക്ഷണത്തിന്റെ ഭാഗമായി വന്നതാണോ അതോ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? അക്കാര്യത്തിൽ എന്തെങ്കിലും കൂടുതൽ കൂട്ടിച്ചേർക്കൽ ഉണ്ടാകുന്നുണ്ടോ നമ്മുടെ സേനകളുടെ ഭാഗത്ത് നിന്ന്? രതീഷ, ഇന്നലെ വൈകിട്ടാണ് ജമ്മു കാശ്മീരിലെ സാംബ മേഖലയിൽ ഈ ഡ്രോൺ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന്റെ ഡ്രോണായി സൈന്യമോ അല്ലെങ്കിൽ പ്രദേശവാസികളോ പ്രാദേശിക പോലീസോ ഒന്നും കരുതുന്നില്ല. മറിച്ച് ആയുധങ്ങൾ കടത്തുന്നതിനോ അതല്ല എങ്കിൽ ലഹരി വസ്തുക്കൾ കടത്തുന്നതിനോ ഉപയോഗിച്ചതാകാമെന്നതാണ് ഇപ്പോൾ പ്രാഥമികമായി സംശയിക്കുന്നത്. ഈ സാംബ മേഖലയിലെ തന്നെ പാകിസ്ഥാൻ രാജ്യാന്തര അതിർത്തിക്ക് സമീപത്താണ് ഈ ഡ്രോണുകൾ കണ്ടെത്തിയിരിക്കുന്നത്. പാകിസ്ഥാനിലെ ചക്പുര പോസ്റ്റിന് ഭാഗത്ത് നിന്നാണ് ഈ ഡ്രോൺ ഇന്ത്യയിലേക്ക് രാജ്യാന്തര അതിർത്തിയിൽ ഇന്ത്യൻ ഭാഗത്തേക്ക് കടന്നിരിക്കുന്നത്. തുടർന്ന് ഗാഗ്വാൾ മേഖലയിലെ ഈ റീഗൽ ഗ്രാമത്തിന് മുകളിൽ ഈ ഡ്രോൺ കുറച്ചു സമയം പറന്നിരുന്നു. തിരികെ പോവുകയാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതിനിടയിൽ ഒരു പേലോഡിൽ, അതായത് ഇതിൽ ഈ ആയുധങ്ങളോ അതല്ല ഈ ലഹരി വസ്തുക്കളോ മറ്റോ ഈ കൊണ്ടുവരുന്നതിനായിട്ടാണോ ഈ ഡ്രോൺ എത്തിയത് എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് നിലവിൽ നടക്കുന്നത്. ഈ മേഖലയിൽ ഇപ്പോൾ വ്യാപകമായ പരിശോധന നടക്കുന്നുണ്ട്. സൈന്യവും അർദ്ധസൈനിക വിഭാഗങ്ങളും ജമ്മുകാശ്മീർ പോലീസും എല്ലാം ഈ പരിശോധനയിൽ കാര്യമായ തോതിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ഗ്രാമത്തിൽ അരിച്ചു പറക്കുകയാണ് എന്ന കാര്യത്തിൽ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും തികച്ചും സംശയാസ്പദമായ സാഹചര്യത്തിലാണ് ഈ ഡ്രോൺ കണ്ടെത്തിയിരിക്കുന്നത്, ഡ്രോണിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ജമ്മുകാശ്മീരിലെ സാംബ ജില്ലയിലാണ് പാകിസ്ഥാന്റെ ഡ്രോൺ കണ്ടത്. ആ ഗ്രാമത്തിൽ വലിയ തോതിലുള്ള പരിശോധന നടക്കുന്നു. ലഹരി കടത്തായിരിക്കാം, അല്ലെങ്കിൽ ആയുധ കടത്തായിരിക്കാം, അത്തരത്തിൽ പലവിധ സംശയങ്ങളുണ്ട്. പക്ഷേ ഒരാക്രമണം അത്തരമൊരു ലക്ഷ്യത്തോടു കൂടി വന്ന ഡ്രോൺ അല്ല എന്ന നിലയിലാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നതാണ് ബി ബാലഗോപാൽ നൽകുന്ന വിവരം.